അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽ ഇമാം അബ്ദുല്ലാഹിബ്ൻ അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിസാലത്തു ആദാബി സുലൂക്കിൽ മുരീദ് ക്ലാസ് 7. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولجميع المؤمنين والمؤمنات. فصل. وأول شيء يبدأ به المريد في طريق الله تصحيح التوبة إلى الله تعالى. അപ്പോൾ അള്ളാഹു തആല ആദ്യമായി ഒരു മനുഷ്യന് നൽകുന്നത് അംറും ബാഇസാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ അമ്രും ബാഇസ് ഉപയോഗപ്പെടുത്തി യജമാനനായ റബ്ബിലേക്ക് അടുക്കാൻ ഒരാൾ ശ്രമിക്കുകയാണ്. അവൻ്റെ ജീവിതം ഒരുപാട് ഇബാദത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കണം, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം എന്നവൻ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ ആദ്യമായിട്ട് അവൻ ചെയ്യേണ്ടത് എന്താണ്? വഅവ്വലു ഷൈഇൻ യബ്ദഹു ബിൽ മുരീദു. ഒരു മുരീദ്, അല്ലാഹു തആലാന്റെ വജ്ഹ് ഉദ്ദേശിക്കുന്ന ആള് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഫി ത്വരീഖില്ലാഹി, അല്ലാഹു തആലാന്റെ വഴിയിൽ, അല്ലാഹു തആലാന്റെ മഅരിഫത്തും അതുപോലെ തന്നെ അല്ലാഹു തആലാന്റെ ഇഷ്ടക്കാരിൽ പെടാനുമൊക്കെ ആ വഴിയിൽ സഞ്ചരിക്കാൻ ആദ്യമായി അവൻ ചെയ്യേണ്ടത് തസ്ഹീഹു തൗബത്തി, തൗബയെ നന്നാക്കലാണ്. ഇലല്ലാഹി തആല മിൻ ജമീഇ ദുനൂബ്, അല്ലാഹു തആലയിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്യുക എന്നതാണ്. എല്ലാ തെറ്റുകളിൽ നിന്നും അവൻ തൗബ ചെയ്ത് നന്നാവുക. അപ്പോൾ ഒരു മനുഷ്യൻ ആദ്യമായിട്ടുണ്ടാകേണ്ടത് കഴിഞ്ഞുപോയ കാലത്ത് സംഭവിച്ച അപാകതകൾ അത് പടച്ച റബ്ബിൻ്റെ മുന്നിൽ ക്ഷമാപണം നടത്തുക, പറ്റിപ്പോയി എന്ന് പറയുക. അതോടുകൂടെ തന്നെ ഇനി അത് ഉണ്ടാകുകയില്ല എന്ന് ഉറപ്പിക്കുക. എങ്കിൽ മാത്രമേ ഭാവി ജീവിതം അവന് സന്തോഷത്തോടുകൂടെ പടച്ച റബ്ബ് ഇഷ്ടപ്പെട്ട രൂപത്തിൽ കൊണ്ട് നടക്കാൻ കഴിയുള്ളൂ. കാരണം ഇല്ല എങ്കിൽ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും അതിൻ്റേതായ ഒരു കറ അവൻ്റെ ഹൃദയത്തിൽ പുരളും. അങ്ങനെ ആ കറ പുരണ്ട് അവസാനം ഹൃദയം തന്നെ മരവിച്ചു പോയാൽ പിന്നെ ഇബാദത്ത് ചെയ്യാനോ അതുപോലെ മറ്റു സൽക്കർമ്മങ്ങൾക്കൊന്നും അവന് സാധിക്കില്ല. വെറും ഒരു വ്യാമോഹം വെച്ചുകൊണ്ട് ജീവിതം ഇങ്ങനെ നന്നാവണം എന്നിങ്ങനെ ആഗ്രഹിക്കുക എന്നല്ലാതെ അത് നടക്കുന്ന കാര്യമാവില്ല. അപ്പോൾ നന്നാകുക എന്നത് നടക്കണോ, ആദ്യമായിട്ട് ചെയ്യേണ്ടത് അവൻ തൗബ ചെയ്യണം, എല്ലാ തെറ്റിൽ നിന്നും തൗബ ചെയ്യണം. വൈൻകാന അലൈഹി ഷൈഉം മിനൽ മളാലിമി ലി അഹദി മിനൽ ഖൽഖി, അവൻ സൃഷ്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ട് എങ്കിൽ, സൃഷ്ടികളുമായിട്ട് സാമ്പത്തികമായി കൊണ്ട് അവരെ ആക്രമിച്ചു, അവരിൽ നിന്ന് അപഹരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മാനസികമായി അവരെ പീഡിപ്പിച്ചു, അവരെ അഭിമാനത്തിൽ കൈവച്ചിട്ടുണ്ട്, നമ്മുടെ കൂട്ടുകാരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ടുണ്ട്, ഇങ്ങനെ ഏതെങ്കിലും നിലക്ക് സൃഷ്ടികളെ അവൻ ആക്രമിച്ചു, അങ്ങനെ ആക്രമിക്കപ്പെട്ടതായ ഒന്ന് അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഫൽ യുബാദിർ ബി അദാഇഹ ഇല അർബാബിഹ ഇൻ അംകന, കഴിയുമെങ്കിൽ അത് അതിൻ്റെ ആളുകളിലേക്ക് അവൻ മടക്കി കൊടുക്കുക. അഥവാ സാമ്പത്തികമായി കൊണ്ടുള്ളതാണ് എങ്കിൽ അത് അവർക്ക് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഞാൻ എന്നെ പറ്റിച്ചിട്ടുണ്ട്, അപ്പോൾ ഇത്രയും കാലം എൻ്റെ അടുത്തായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ കാശ് തിരിച്ചു കൊടുക്കുക, അവനെ കൊണ്ട് പൊരുത്തപ്പെടിക്കുക. ഇനി അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ ആക്രമിച്ചതാണെങ്കിൽ ഒന്നുകിൽ അവന് അതേപോലെ ഇങ്ങോട്ട് പ്രതികാരം ചെയ്യിപ്പിക്കാനുള്ള അവസരം കൊടുക്കുക. ഏതായാലും കഴിയുമെങ്കിൽ എന്താകണം, അതിനെയൊക്കെ ആ ഹക്കുകളെ ആക്രമിക്കപ്പെട്ടതൊക്കെ തിരിച്ചു കൊടുക്കുക, അത് സാധിക്കുമെങ്കിൽ. വയില്ല, ഇനി അങ്ങനെയല്ല, നമ്മൾ ഒരാളെ ഗീബത്ത് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഒരാളെ ചീത്ത പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഒരാളുടെ അഭിമാനത്തിൽ നമ്മൾ അഭിമാനത്തിൽ നമ്മൾ കൈവച്ചതാണ്, അവൻ്റെ അഭിമാനക്ഷതം നമ്മൾ കാരണമായിട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആവുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് തിരിച്ച് നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് യതുലുബു അൽ ഇഹ്ലാല മിൻഹു, അവൻ ഇന്നത് ഹലാലാക്കുക, അഥവാ അതവനെ കൊണ്ട് പൊരുത്തപ്പിടിച്ച് എന്നിൽ നിന്ന് പറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവനിൽ നിന്നത് പൊരുത്തപ്പിടിക്കുക. ഇനി സാമ്പത്തികമായതാണെങ്കിൽ ഒരു പക്ഷേ ചെറിയ കാശുകളൊക്കെ തിരിച്ച് വാങ്ങൂല എന്നറിയുകയാണെങ്കിൽ അത് അവനെ കൊണ്ട് പൊരുത്തപ്പിടിക്കുക. ഇനി വലിയ കാശ് തന്നെയാണ്, നമുക്കത് തിരിച്ചു കൊടുക്കാൻ കഴിയൂല, ഒരു പക്ഷേ അവന് അത് പൊരുത്തപ്പെടുമെങ്കിൽ അവനെ കൊണ്ട് പൊരുത്തപ്പെടിക്കുക, അല്ലെങ്കിൽ കൊടുത്തു തീർക്കുക. എങ്ങനെയായാലും ഈ രണ്ടാലൊരു രൂപത്തിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട മവാലിമുകൾ അത് തിരിച്ച് ഏൽപ്പിക്കുക എന്നത് തൗബയുടെ നിബന്ധനയാണ്.
ഒന്നുകിൽ കൊടുക്കാനുള്ളത് കൊടുത്തു വീട്ടുക, അല്ലെങ്കിൽ പറഞ്ഞു പൊരുത്തപ്പെടിക്കുക. ഏതായാലും അപ്പോൾ അങ്ങനെ അതിന് ശേഷം തൗബ ചെയ്യണം. കാരണം അതിനു മുമ്പ് തൗബ ചെയ്തതുകൊണ്ട് വലിയൊരു ഉപകാരമൊന്നുമില്ല, വലിയ പ്രയോജനം അതുകൊണ്ട് ലഭിക്കുകയില്ല. കാരണം എന്താ? ഫഇന്നല്ലദീ തകൂനു ദിമ്മത്തുഹു മുർത്തഹനത്തും ബിഹുഖൂഖിൽ ഖൽഖി ലാ യുംകിനുഹു സൈറു ഇലൽ ഹഖി തആല. ഒരു മനുഷ്യൻ അവൻ്റെ ദിമ്മത്ത്, അവൻ്റെ ഉത്തരവാദിത്വം, അവൻ്റെ പെരടി മുർത്തഹനത്തുൻ ബിഹുഖൂഖിൽ ഖൽഖി, സൃഷ്ടികളുടെ ബാധ്യതയിൽ പണയം വെക്കപ്പെട്ട് കിടക്കുകയാണ്. എൻ്റെ ഉത്തരവാദിത്തം, എൻ്റെ ദിമ്മത്തെന്ന് പറയുന്നത് അത് മറ്റുള്ള ആളുകളുടെ ഹക്കുകളിൽ അത് പണയപ്പെട്ട് കിടക്കുകയാണ്. എൻ്റെ ശരീരം കൊണ്ട് ഒരുപാട് ആളുകളെ ആക്രമിച്ചിട്ടുണ്ട്, അത് തിരിച്ചു കൊടുക്കാനുണ്ട്. സാമ്പത്തികമായി കൊണ്ട് ഒരുപാട് ബാധ്യതകളുണ്ട്, അതൊക്കെ തിരിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊന്നും തിരിച്ചു കൊടുക്കാതെ നമ്മുടെ ശരീരത്തെ പണയം വെച്ചതുപോലെ നിൽക്കുന്ന ആളാണ് എങ്കിൽ അവൻ ലാ യുംകിനു ഹുസൈറു ഇലൽ ഹഖി, അല്ലാഹു തആലയിലേക്കുള്ള പ്രയാണം അവനിക്ക് സൗകര്യപ്പെടുകയില്ല. അപ്പോൾ പടച്ച റബ്ബിലേക്ക് നമുക്ക് അടുക്കണമെങ്കിൽ സൃഷ്ടികളുമായി കൊണ്ടുള്ളതായ ഇടപഴക്കം, അവരുമായി കൊണ്ടുള്ള ഇടപാടുകൾ പൂർണ്ണമായിട്ടും സംശുദ്ധമാക്കണമെന്ന് ചുരുക്കം. അപ്പോൾ തൗബയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മഹാനായ ഹദ്ദാദ് തങ്ങൾ ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ വശറുത്തു സിഹത്തി തൗബത്തി സിദ്ഖുൻ നദമി അല ദുനൂബി, തൗബ സ്വഹിയാകാനുള്ള അടുത്തൊരു നിബന്ധന എന്ന് പറയുന്നത് സിദ്ഖുൻ നദമി അല ദുനൂബ്, അവൻ ചെയ്തു പോയ തെറ്റുകളിൽ അതിൽ ആത്മാർത്ഥമായ സത്യസന്ധമായ ഖേദമുണ്ടാകുക എന്നതാണ്. ആളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഖേദം പ്രകടിപ്പിക്കലല്ല, അല്ലെങ്കിൽ വെറുതെ നാവുകൊണ്ട് എൻ്റെ അടുക്കുന്ന് പറ്റിപ്പോയി എന്ന് പറയുന്നതിന് പകരം നമ്മുടെ മനസ്സിൽ നിന്ന്, മനസ്സ് തട്ടിക്കൊണ്ടുള്ളതായ വിഷമം നമുക്ക് അനുഭവിക്കണം. പടച്ച റബ്ബേ, എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിപ്പോയല്ലോ എന്ന് ചിന്തിക്കാൻ കഴിയണം. അങ്ങനെ ചിന്തയുണ്ടാകുമ്പോഴാണ് അതിൽ നിന്ന് തൗബ ചെയ്യുമ്പോൾ പടച്ച റബ്ബ് സ്വീകരിക്കുക. അതാണ് പറഞ്ഞത് വശറുത്തു സിഹത്തി തൗബത്തി, തൗബ സ്വഹിയാകാനുള്ള നിബന്ധന സിദ്ഖുൻ നദമി അല ദുനൂബ്, തെറ്റുകളിൽ നിന്ന് സത്യസന്ധമായി കൊണ്ടുള്ള ഖേദമുണ്ടാകുക എന്നതാണ്. പറ്റിപ്പോയല്ലോ എന്ന്. നേരെ മറിച്ച് തെറ്റ് ചെയ്യുന്ന സമയത്ത് അത് ആസ്വദിക്കുന്നു എങ്കിൽ ഒരിക്കലും തന്നെ ആ ആസ്വാദന മനസ്സ് മാറിയിട്ടില്ല എങ്കിൽ പിന്നെ അവൻ തൗബ ചെയ്തതുകൊണ്ട് വലിയൊരു പ്രയോജനമൊന്നും ഉണ്ടാകില്ല. ചെയ്ത സമയത്ത് ഒരുപക്ഷെ അതിൽ സന്തോഷിച്ചേക്കാം, സാഹചര്യത്തിന് അടിമപ്പെട്ട്. എങ്കിലും ആ ചെയ്തതും അതിൽ സന്തോഷിച്ചതും ഒക്കെ തെറ്റായിപ്പോയി എന്ന് ഓർക്കുമ്പോഴാണ്, ചിന്തിക്കുമ്പോഴാണ് അവൻ്റെ തൗബ പരിപൂർണമാകുന്നത്. അതോടുകൂടെ തന്നെയോ മഅ സിഹത്തിൽ അസ്മി അലാ തർക്കിൽ അഉദി ഇലൈഹാ മുദ്ദത്തൽ ഉംരി, ജീവിതകാലം മുഴുവനും ഇനി ഞാൻ ആ തെറ്റ് ചെയ്യുകയില്ല എന്ന് നല്ല സത്യസന്ധമായ തീരുമാനം അവനെടുക്കണം, ദൃഢമായ നിശ്ചയം അവനിക്കുണ്ടാകണം. അപ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഹക്കുകൾ വീട്ടണം, അതുപോലെ തന്നെ പറ്റിപ്പോയി എന്ന ഖേദം വേണം, അതുപോലെ ഇനി ഒരിക്കലും അത് ചെയ്യുകയില്ല എന്ന് അവൻ ദൃഢമായിട്ട് തീരുമാനിക്കണം. അപ്പോൾ ഏതായാലും വമൻ താബ അൻ ശൈഇൻ മിനദ് ദുനൂബി വഹുവ മുസിറുൻ അലൈഹി, ഒരാൾ തെറ്റിൽ നിന്ന് തൗബ ചെയ്യുന്നു, ഏത് സ്ഥിതിയിലാണ്? വഹുവ മുസിറുൻ അലൈഹി, അതിപ്പോഴും അവൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഔ ആസിമുൻ അലൽ ഔദി ഇലൈഹി, അല്ലെങ്കിൽ തൗബ കഴിഞ്ഞ് ഇനിയും അത് ചെയ്യണമെന്ന തീരുമാനത്തിലാണ് അവൻ ഉള്ളത് എങ്കിൽ ഫലാ തൗബത ലഹു, അവൻ്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല, അല്ലെങ്കിൽ അവൻ്റെ തൗബ പരിപൂർണമല്ല, അത് സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് ഈ നിബന്ധനകളൊക്കെ പാലിക്കണം. അതുപോലെ തന്നെ വല്യക്കുനിൽ മുരീദു അലദ്ദവാമി ഫി ഗായത്തിൽ ഇഅ്തിറാഫി ബിത്തഖ്സീരി അനിൽ ഖിയാമി ബിമാ യജിബു അലൈഹി മിൻ ഹഖ്ഖി റബ്ബിഹി, വല്യക്കുനിൽ മുരീദു അലദ്ദവാമി ഫി ഗായത്തിൽ ഇഅ്തിറാഫി, ഒരു മുരീദ് അല്ലാഹു തആലാൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് അല്ലാഹു തആലയിലേക്ക് പ്രയാണം ആരംഭിക്കുന്ന ഒരാൾ, അവൻ എപ്പോഴും എന്തായിരിക്കണം? അംഗീകരിച്ചു കൊണ്ടിരിക്കണം, പടച്ച റബ്ബേ, എന്നിൽ നിന്ന് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഫി ഗായത്തി മിനൽ ഇഅ്തിറാഫി ബിത്തഖ്സീർ, എനിക്ക് എല്ലാ അർത്ഥത്തിലും പരാജയം അല്ലെങ്കിൽ പോരായ്മകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അനിൽ ഖിയാമി ബിമാ യുഹിബ്ബു ബിമാ യജിബു അലൈഹി മിൻ ഹഖ്ഖി റബ്ബിഹി, പടച്ച റബ്ബിന് കൊടുക്കേണ്ട ഹക്ക്, നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഒരുപാട് ഹുഖൂക്കുകളുണ്ട്. ആ ഹുഖൂക്കുകളൊക്കെ വീട്ടുന്നതിൽ എൻ്റെ അടുക്കൽ പോരായ്മകളുണ്ട് എന്ന് ഒരു മുരീദ് എപ്പോഴും ആ ഒരു ചിന്തയിലായിരിക്കണം. എന്ത് ഇബാദത്ത് ചെയ്താലും അതൊക്കെ പോരായ്മകളുള്ളതാണ്. പടച്ച റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹം, ആ അനുഗ്രഹത്തിന് വേണ്ടതുപോലെ ശുക്ർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് എല്ലാ സമയത്തും അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കണം. വമതാ ഹസിന അലാ തഖ്സീരിഹി,
ഇങ്ങനെ ഈ വീഴ്ചയുടെ മേലിൽ വല്ലപ്പോഴും അവന് ടെൻഷൻ അനുഭവപ്പെടുകയാണെങ്കിൽ വങ്കസര ഖൽബുഹു മിൻ അജ്ലിഹി, അത് കാരണമായി അവൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്നുവെങ്കിൽ ഫല്യഅലം, അവൻ മനസ്സിലാക്കണം, അന്നല്ലാഹ ഇൻദഹു, പടച്ചറബ് അവൻ്റെ കൂടെയുണ്ട്, പടച്ചറബ് അവനെ പരിഗണിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. കാരണം എന്താ, ഇത് യഖൂലു സുബ്ഹാന, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്, അന ഇൻദൽ മുങ്കസിറതി ഖുലൂബ്, അന ഇൻദൽ മുങ്കസിറതി ഖുലൂബുഹും മിൻ അജ്ലി, എന്നെ വിചാരിച്ചുകൊണ്ട് ആരുടെയെങ്കിലും ഹൃദയം പൊട്ടിയിട്ടുണ്ട് എങ്കിൽ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പടച്ചറബ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തെറ്റുകൾ ചെയ്തത് കാരണം നമ്മുടെ ഹൃദയം വല്ലാതെ അസ്വസ്ഥമാകുന്നുവെങ്കിൽ നമുക്കൊരു കാര്യം ബോധ്യമായി, പടച്ചറബ് നമ്മെ പരിഗണിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ആ പരിഗണന മനസ്സിലാക്കി ആ സമയത്ത് പടച്ചറബിനോട് നമ്മൾ ദുആ ചെയ്യുക, ചെയ്തു പോയ തെറ്റുകളൊക്കെ പുറത്തു തരാൻ, ഭാവിയിൽ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ. അപ്പോൾ ഏതായാലും ഹൃദയം എപ്പോഴും എന്നിൽ വീഴ്ച സംഭവിച്ചു എന്ന ആ ഒരു ചിന്തയിലായിക്കൊണ്ടിരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ തൗബ പടച്ചറബ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ ചിന്ത നിലനിൽക്കലോടുകൂടെ എല്ലാ സമയത്തും തൗബ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തണം. എല്ലാ സമയത്തും നമ്മൾ തൗബ ചെയ്യുക. കാരണം തൗബയില്ലാതെ പടച്ചറബിലേക്ക് അടുക്കാൻ കഴിയുകയില്ല. നേരത്തെ സൂചിപ്പിച്ചല്ലോ, അല്ലാഹു തആലയിലേക്ക് മടങ്ങാനുള്ള പ്രഥമ ഘട്ടമാണ് തൗബ എന്നത്. മഹാനായ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ അർബഈന ഫി ഉസൂലുദ്ദീനിൽ പറയുന്നത് കാണാൻ കഴിയും, ഹഖീഖത്തു തൗബത്തി അർറുജൂഉ ഇലല്ലാഹി അൻ ത്വരീഖിൽ ബുഅദി ഇലാ ത്വരീഖിൽ ഖുർബി വല ഹഖീഖത്തു തൗബ, തൗബയുടെ ഹഖീഖത്ത്, അതിൻ്റെ സാരം, സത്ത എന്ന് പറയുന്നത് അർറുജൂഉ ഇലല്ലാഹി അൻ ത്വരീഖിൽ ബുഅദി ഇലാ ത്വരീഖിൽ ഖുർബി, അല്ലാഹു തആലാനോട് വിദൂരത്ത് നിൽക്കുക എന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് അല്ലാഹു തആലാൻ്റെ സാമീപ്യം എന്നതിലേക്ക് മടങ്ങുക, അതാണ് തൗബയുടെ ഹഖീഖത്ത്. അപ്പോൾ ആ തൗബയുടെ ഹഖീഖത്ത് നമുക്ക് ലഭിച്ചാൽ പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നത് വളരെ നിഷ്പ്രയാസം നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ നിസ്കരിക്കാൻ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുകയില്ല, അതുപോലെ മറ്റു ഇബാദത്തുകൾ അധികരിപ്പിക്കാൻ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുകയില്ല. അപ്പോൾ നമ്മൾ തെറ്റ് സംഭവിക്കുക മാനുഷികമാണ്, പക്ഷെ സംഭവിച്ചാൽ ഉടനെ തന്നെ എന്താകുക, അല്ലാഹു തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ തന്നെ പറഞ്ഞത് വമല്ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ എന്നാണല്ലോ. തൗബ ചെയ്യാത്ത ആളുകൾ അക്രമികളാണ്. തെറ്റ് ചെയ്യുന്ന ആളുകൾ അക്രമികളെന്നല്ല. തെറ്റൊരു പക്ഷേ സ്വാഭാവികമായി മനുഷ്യ സഹജമായി ഉണ്ടായേക്കാം. പക്ഷേ ഉണ്ടായ ഉടനെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ നിബന്ധനകളൊത്ത് തൗബ ചെയ്യാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ പിന്നീട് തെറ്റിൻ്റെ എണ്ണം കുറക്കാനും ക്രമേണ തെറ്റ് തന്നെ മാറ്റി നിർത്താനും നമുക്ക് കഴിയും. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് തൗബ ചെയ്യാത്ത ആളുകൾ ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവർ അക്രമികളാണെന്നാണ് സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല, മഹാനായ ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു അവിടുത്തെ ആദാബുൽ മുരീദ് എന്ന കിതാബിൽ പറയുന്നതായിട്ട് കാണാൻ കഴിയും, ഖാല ബഅദുൽ മശായിഖി, ചില മശായിഖുമാർ പറയുകയാണ്, ഖഫലതുക അനി തൗബത്തി ലിദംബിൻ ഇർതകബ്തഹു അശദ്ദു മിൻ ഇർതികാബിഹി. എത്ര അർത്ഥവത്തായ ഒരു പ്രയോഗമാണത്. ഖഫലതുക അനി തൗബ, നീ തൗബയെ തൊട്ട് അശ്രദ്ധവാനാകുക എന്ന് പറയുന്നത് ലിദംബിൻ ഇർതകബ്തഹു, നീ ചെയ്ത ഒരു തെറ്റിൽ നിന്ന് തൗബ ചെയ്യാതിരിക്കുക, അതിൽ ഗഫലത്ത് എന്ന് പറയുന്നത് അശദ്ദു മിൻ ഇർതികാബിഹി, ആ തെറ്റ് ചെയ്യുന്നതിനേക്കാളും കഠിനമാണ്. അപ്പോൾ ഒരാൾ തെറ്റ് ചെയ്യുന്നതിനേക്കാളും കഠിനമാണ് സംഭവിച്ചു പോയ തെറ്റിൽ നിന്ന് മടങ്ങാതിരിക്കൽ, തൗബ ചെയ്യാതിരിക്കൽ എന്ന് മഹാനവറുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര അർത്ഥമുള്ള ആശയമാണ്. കാരണം എന്താണ് ഇങ്ങനെ പറയാൻ കാരണം, ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ മുല്ല അലിയുൽ ഖാരി റഹിമഹുല്ല അതിൻ്റെ ഷറഹിൽ പറയുന്നതായിട്ട് കാണാൻ കഴിയും, മനുഷ്യൻ എന്ന് പറയുന്നത് സ്വാഭാവികമായും അവൻ്റെ ഒരുപാട് ചാപ്പല്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യൻ്റെ മറവി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആലാൻ്റെ ഹിസാബിനെ കുറിച്ചും അവൻ്റെ ശിക്ഷയെക്കുറിച്ചൊക്കെ പലപ്പോഴും അവൻ അശ്രദ്ധയിലും മറവിയിലുമാകും. അങ്ങനെയാവുമ്പോൾ വലം യുഅ്സം മിനൽ ഉസ്യാൻ, അവൻ തെറ്റിനെ തൊട്ട് സുരക്ഷിതനല്ല, അവൻ തെറ്റ് ചെയ്യുമെന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഫലാ ബുദ്ദ ലഹു അൻ യഖഅ ഫി ദംബി, പക്ഷേ ഇല്ല അന്നഹു യജിബു അലൈഹി റുജൂഉ ഇല റബ്ബി, അങ്ങനെ മാനുഷികമായി അവനിൽ നിന്ന് തെറ്റ് സംഭവിച്ചാൽ ആ സ്പോട്ടിൽ തന്നെ അല്ലാഹു തആലയിലേക്ക് അവൻ മടങ്ങണം. കാരണം എന്താ, തെറ്റ് സംഭവിക്കുക എന്നത് മാനുഷികമായ അവൻ്റെ ചാപ്പല്യങ്ങൾക്ക് അടിമപ്പെട്ട് അവൻ അതിൽ പരാജയപ്പെട്ട്
അവൻ പരാജയപ്പെട്ട് അവന് സംഭവിച്ചതാണ് എങ്കിലും രണ്ടാമത്തൊരു വശമുണ്ട്. തൗബ ചെയ്യുക എന്നത് നാളെ പാരത്രിക ലോകവും അതുപോലെ തന്നെ ആഖിറത്തിലെ അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടി തൗബ ചെയ്യുക എന്നത് അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതാണ് മഹാനവറുകൾ പറയുന്നത്, ഇല്ലാ അന്നഹു, പിന്നെ ഫലാബുദ്ദലഹു അൻ യഖഅ ഫിദ്ദുനൂബി ഇല്ലാ അന്നഹു യജിബു അലൈഹി റുജൂഉ ഇല റബ്ബി ഇദ് ഹുവ മഗ്ലൂബുൻ ഫിൽ അമലിൽ അവ്വലി. ഒന്നാമത്തെ വിഷയത്തിൽ അവൻ പരാജയപ്പെട്ടതാണ്, അഥവാ മാനുഷികമായ സ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ട് അവൻ തെറ്റ് ചെയ്തു പോയി. ഹസ്ബ മാ ഖുദ്ദിറ ലഹു ഫിൽ അസ്ലി, അല്ലാഹു തആല കണക്കാക്കിയതനുസരിച്ച് സംഭവിച്ചു. പക്ഷേ വ മത്ലൂബും മിൻഹു റുജൂഉ, അവനിൽ നിന്ന് അല്ലാഹു തആല തേടുന്ന ഒന്നെന്താണ്? അതിൽ നിന്ന് മടങ്ങുക, തൗബ ചെയ്യുക എന്നതാണ്. എന്തിനു വേണ്ടി? ലിതഹ്ഖീഖിൽ അമലി ഇലാ ആഖിരിൽ അജലി, അവസാന സമയത്ത് അവൻ്റെ പ്രതീക്ഷകളൊക്കെ പൂവണിയുന്നതിന് വേണ്ടി, അല്ലാഹു തആലാൻ്റെ റിളയും അതുപോലെ തന്നെ സ്വർഗ്ഗലോകമൊക്കെ ആസ്വദിക്കുന്നതിന് വേണ്ടി. അതാണല്ലോ അവൻ്റെ പ്രതീക്ഷ. അതുപോലെ അല്ലാഹു തആലാൻ്റെ ലിഖാ, അതൊക്കെ അവന് ലഭിക്കുന്നതിന് വേണ്ടി അത്തരം തെറ്റിൽ നിന്ന് മാറുക എന്നത്, അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുക എന്നത് അവനിൽ നിന്ന് തേടപ്പെടുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആശയമാണ് മഹാനായ ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അഥവാ ഗഫലതുക അനി തൗബതി ലിദംബിൻ ഇർതകബ്തഹു അശദ്ദു മിൻ ഇർതികാബിഹി, തെറ്റു ചെയ്യുന്നതിനേക്കാളും കാഠിന്യമാണ് ആ തെറ്റിൽ നിന്ന് തൗബ ചെയ്യാതിരിക്കുക എന്നത്. കാരണം ആ തെറ്റിൽ നിന്ന് തൗബ ചെയ്യാതിരിക്കുമ്പോഴൊക്കെ ആ തെറ്റിൻ്റെ ഒരു ഷർറ് അവൻ്റെ ജീവിതത്തിൽ മുഴുവൻ അവൻ അനുഭവിച്ച് പടച്ച റബ്ബിലേക്കുള്ള സൈറ് അവിടെ തടസ്സപ്പെടുകയാണ്. അതുകൊണ്ടാണ് മഹാനവറുകൾ അത് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്കളങ്കമായ നസൂഹായ തൗബ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.